പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഖുർആനിൻ്റെ മുമ്പിൽ എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ടാകും? അത് പാരായണം ചെയ്യാൻ, അത് മനഃപ്പാഠമാക്കാൻ, അതിൻ്റെ ആശയം പഠിക്കാൻ. ഒരു പേനയും പേപ്പറും എടുത്ത് കൂട്ടിയാൽ കിട്ടാത്തത്ര സമയം ഉണ്ടാകുമോ? ഞാൻ നിങ്ങൾക്കൊരു 10,000 മനുഷ്യരെ പരിചയപ്പെടുത്തുകയാണ്. അവരേറ്റവും മിനിമം 11,000-ലധികം മിനിറ്റുകൾ ഖുർആൻ പഠിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ പാഠങ്ങൾ 504 ക്ലാസുകൾ അവർ കേട്ടിട്ടുണ്ട്. 15 മൊഡ്യൂളുകൾ സൂറത്ത് ബഖറയിൽ നിന്നുള്ളത് അവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. ലോകത്ത് GCC രാഷ്ട്രങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഒക്കെ ചിതറിക്കിടക്കുന്ന മലയാളി സമൂഹങ്ങൾക്കിടയിൽ നിന്ന് മതവും വിശ്വാസവും ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആശ്വാസമായി കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പഠന സംരംഭം അന്നൂർ ഖുർആൻ പഠന പദ്ധതി, ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി നേതൃത്വം നൽകുന്ന സംരംഭം. അതിലെ പഠിതാക്കളെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. മിക്കവാറും അതിലെ ഒരു പ്രത്യേക കാറ്റഗറി മനുഷ്യന്മാർ ഒരു ക്ലാസ് ഒരു തവണയല്ല കേൾക്കുന്നത്. ഒരു തവണയാണ് കേട്ടതെങ്കിലാണ് ഞാൻ 11,000 മിനിറ്റ് എന്ന് പറഞ്ഞത്. അവരാദ്യം ഒന്ന് കേൾക്കും, പിന്നെ ഒന്ന് കേൾക്കും, വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി കേൾക്കും. ആ രീതിയിലാണ് പോകുന്നത്. അന്നൂർ ഖുർആൻ പഠന പദ്ധതി നമ്മളത് പ്ലാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്നൊക്കെ എത്രയോ വലിയ നിലയിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഒരു ഓഡിയോ ശബ്ദം മാത്രമായിരുന്നു. പിന്നീട് നമ്മളതിന് വീഡിയോ കൂടി കൊണ്ടുവന്നു. പിന്നീട് ഉസ്താദിൻ്റെ ക്ലാസ് നമ്മൾ ഇൻട്രാക്റ്റീവ് ബോർഡ് ഉപയോഗിച്ചാക്കി. പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം സ്റ്റഡി പ്ലാനർ കൊണ്ടുവന്നു. ഞങ്ങൾ മറന്നു പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഓർമ്മപ്പെടുത്താനുള്ള കൃത്യമായ സിസ്റ്റങ്ങൾ കൊണ്ടുവന്നു. ഇനിയും ഒരുപാട് പുതിയ ചേഞ്ചുകളുമായി ഈ സംവിധാനം മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ കയറിയിട്ട് പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്താൽ, അത് ഓൾറെഡി ആപ്പുള്ള ആളുകളാണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ശേഷം കോഴ്സ് ഓപ്ഷൻ നിങ്ങൾ തുറന്നാൽ അവിടെ വ്യത്യസ്തങ്ങളായ പല കോഴ്സുകളും ഉണ്ട്. ഇനിയിപ്പോൾ ഹജ്ജിൻ്റെ സീസൺ വരുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട കോഴ്സ് വരാനിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക അവർ അകപ്പെടാൻ സാധ്യതയുള്ള ചതിക്കുഴികളെ അതിമനോഹരമായി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, അതിൻ്റെ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് നിർദ്ദേശിക്കുന്ന സമ്മർ ക്വസ്റ്റ് പോലെ, ഈ മദ്രസ പോലെയുള്ള കോഴ്സുകൾ. അതോടൊപ്പം തന്നെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ധാരാളം കോഴ്സുകൾ. ഈ അന്നൂറിൻ്റെ കഴിഞ്ഞ 15 മൊഡ്യൂളിലെ 504 ക്ലാസ്സുകളും ഒക്കെ എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ചെറിയൊരു സമയം കണ്ടെത്തിയത് പഠിക്കാൻ കഴിയാത്ത ആളുകൾക്ക് നിങ്ങളേറെ പ്രചോദിപ്പിക്കുന്ന കുറച്ച് മനുഷ്യരെ കുറിച്ച് ഞാൻ പറയാം. പീസ് റേഡിയോ കോഴ്സിൻ്റെ രീതി എന്ന് പറയുന്നത്, എല്ലാ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. 10 മണിക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 hours ക്ലാസ് ലഭ്യമായിരിക്കും. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു 3 ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കണം. ഈ 3 ചോദ്യങ്ങൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ അയച്ചാൽ അവർക്ക് 30% മാർക്ക് കിട്ടും. ഇല്ലെങ്കിൽ അവർക്ക് മാർക്കിൽ കുറവുണ്ടാകും. ഈ രീതിയിൽ പിന്നീട് ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് മോഡൽ പരീക്ഷ ഉണ്ടാകും, ഫൈനൽ പരീക്ഷ ഉണ്ടാകും. ഫൈനൽ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകളിൽ നിന്ന് ആദ്യത്തെ 10 പേരെ നമ്മൾ റാങ്ക് ഹോൾഡേഴ്സായി പ്രഖ്യാപിക്കും. ആദ്യത്തെ 1, 2, 3 റാങ്കുകൾ പ്രത്യേകം മെൻഷൻ ചെയ്യും. അപ്പോൾ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ 15ാമത് മൊഡ്യൂളിൻ്റെ ഫലപ്രഖ്യാപനവും കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. ഈ 15ാമത്തെ മൊഡ്യൂളിൽ 30 ക്ലാസ്സുകളാണ് ഉണ്ടായത്. 174 ആയത്ത് മുതൽ 179 ആയത്ത് വരെ. അപ്പോൾ എന്തുമാത്രം ഡെപ്ത ക്ലാസ്സുകൾക്ക് ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചാൽ മതി. മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇസ്ലാം വിമർശകർ ഏറ്റവും ഉയരത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ കാടൻ നിയമങ്ങളാണ്, പ്രാകൃതമാണ് പോലുള്ളതൊക്കെ ഉസ്താദ് ഇങ്ങനെ വെട്ടി നുറുക്കി പീസാക്കി അവരെ മുഖത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അടിമത്തവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം അടിമത്തത്തെ നിലനിർത്തുന്ന ഏക മതമാണ് എന്നൊക്കെയുള്ള ക്യാമ്പയിനുകളെ അതിമനോഹരമായി വളരെ പ്രായം ചെന്ന 7ാം ക്ലാസ് മുതൽ 75-80 വയസ്സ് വരെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന പ്രൊഫഷണലുകളും സാധാരണക്കാരും ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു മൂവ്മെൻ്റാണിത്. മിക്കവാറൊക്കെ പഠിക്കാൻ വേറൊരു സംവിധാനവും ഇല്ലാത്ത പ്രദേശങ്ങളിൽ ആളുകളൊക്കെ ഇതിലുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ അടിമത്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പോയിൻറ്റ്സ് മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്.
ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ അവർ നാളെ കാണാനിരിക്കുന്ന കാര്യങ്ങളെ ഇവിടെ ഓൾറെഡി ഉസ്താദ് കൊടുത്ത പോയിന്റ്സ് വെച്ച് പൊളിച്ചടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി, വളരെ സന്തോഷം. ഒരിക്കലും ഞാൻ മറക്കാത്തൊരു ഓർമ്മയായിരിക്കും അത്. അവളിരുന്നിട്ട് മക്കളതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മക്കൾക്ക് ചിലപ്പോൾ വളരെ ചെറിയ പ്രായമുള്ള കുട്ടികളാണ്, അവർക്ക് ചിലപ്പോൾ ഉസ്താദിൻ്റെ ക്ലാസ് അങ്ങനെ തന്നെ ഇരുന്ന് കേൾക്കാനുള്ള സഹനം ഉണ്ടാവില്ല. അപ്പോൾ അത് ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതായാലും കുട്ടികൾക്കുള്ള കോഴ്സുകൾ വേറെ തന്നെ ഉണ്ട്, സമ്മർ ക്വസ്റ്റ് പോലുള്ള കോഴ്സുകൾ വേറെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഏതായാലും ഇവിടെ വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. 15ാമത് മൊഡ്യൂളിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. സാധാരണ വിജയികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിജയികളാണ്. റാങ്ക് ഹോൾഡേഴ്സിനെ പ്രഖ്യാപിക്കുകയാണ്. റാങ്ക് ഹോൾഡേഴ്സ് തന്നെ ചെറിയ വേരിയേഷനിലാണ്, 1 മാർക്ക് 1.5 മാർക്ക് 1/2 മാർക്കുമൊക്കെയാണ് ഈ റാങ്കിൻ്റെ സ്ഥാനം മാറുന്നത്. സാധാരണ നമ്മൾ 10 ആളെ പ്രഖ്യാപിക്കാറുണ്ട്. ഇത്തവണ നമുക്ക് 10 ആളെ പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ ഫോൺ ഇൻ വൈവയിൽ അനിവാര്യമായും പങ്കെടുക്കേണ്ട ചിലർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ചിലരതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. താല്പര്യം പ്രകടിപ്പിക്കാത്ത ആളുകൾ നമ്മൾ പ്രഷർ ചെയ്യാറില്ല. പക്ഷേ അവർക്ക് റാങ്ക് ഹോൾഡേഴ്സ് ആകാൻ ആ നിലക്ക് കഴിയില്ല. പിന്നെ ഇതിൽ ചെറിയ മാർക്കിലൊക്കെ ചില ആളുകളുടെയൊക്കെ മാർക്ക് പോകാറുള്ളത് ഒരു 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉത്തരം സബ്മിറ്റ് ചെയ്യണം. ആ ഉത്തരം സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ചില ആളുകൾക്ക് വൈകി പോകും, അപ്പോൾ മാർക്ക് കുറയും. അങ്ങനെയൊക്കെ മാർക്ക് പോയവരുണ്ട്. എന്തായാലും റാങ്ക് ഹോൾഡേഴ്സിനെ ഞാൻ പ്രഖ്യാപിക്കുന്നു. 1ാം റാങ്ക് നേടിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം സ്വദേശിനി 67 വയസ്സുകാരി മെഹറുന്നിസ എന്ന് പറയുന്ന ഉമ്മയാണ്. ഞാൻ വയസ്സൊക്കെ വളരെ ബോധപൂർവമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. 67 വയസ്സുള്ള പെൻഷനറായ ടീച്ചറായ ഉമ്മ. മോള് ഡോക്ടറാണ്, അവർ ജോലിക്ക് പോകും. മോന് പിന്നെ പ്രവാസിയാണ്, എൻജിനീയറാണ്. ഇവരൊക്കെ ഖുറാൻ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ അവരായിട്ട് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ 8, 9, 10, 11 തീയതികളിൽ ഈ റാങ്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ ഫോൺ ഇൻ വൈവ നടത്തിയതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് പീസ് റേഡിയോ നടത്തിയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ അവരുമായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻ അത് കാണാനും കഴിയും. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒരു ജോഗ്രഫിക്കലി സലഫി പ്രസ്ഥാനത്തിൻ്റെ ഒരു എന്താ പറയുക സാധ്യതയില്ലാത്ത, മീൻസ് വള്ളിയോ കാര്യമൊന്നും ഇല്ലാത്ത ഒരു പ്രദേശം. അവിടെ അവർക്ക് പഠിക്കാൻ ആകെ ഡിപ്പെൻഡ് ചെയ്യാനുള്ളത് ഈ ഒരു സംരംഭം മാത്രമാണ്. ഏതായാലും 1ാം റാങ്ക് നേടിയ മെഹറുന്നിസത്തെ ഈ സന്ദർഭത്തിൽ പ്രത്യേക അഭിനന്ദിക്കുകയാണ്. റാങ്ക് നമ്പർ 2 ജസീല KT, വെട്ടത്തൂർ പഞ്ചായത്തിലെ കാര്യവട്ടം സ്വദേശിനിയാണ്, മലപ്പുറം ജില്ലയാണ്. ഞങ്ങളുടെ പ്രദേശത്തുകാരിയാണ് ജസീല KT. ഒരു +2 വരെ പഠിച്ച ഒരു വീട്ടമ്മ. കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. എങ്കിലും അവർ ഫൈറ്റ് ചെയ്ത് ഖുർആൻ പഠനത്തിൽ ആവേശം കാണിച്ചവർ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഷെഹർബാൻ MP, വേങ്ങാട്, കണ്ണൂർ സ്വദേശിനിയാണ്. ഇതേപോലെ വീട്ടിലെല്ലാ തിരക്കുകളും പ്രതിസന്ധികളും ഒക്കെയുള്ള ഒരു വ്യക്തി. അവരതിനൊക്കെ അതിജീവിച്ച് മാർക്ക് നേടി മുന്നോട്ട് വരികയാണ്. റാങ്ക് നമ്പർ 4 സാബിറ, കണ്ണൂർ ജില്ലയിലെ വളവട്ടണം സ്വദേശിനിയാണ്. ഡോക്ടർ CL അബ്ദുറഹ്മാൻ, മാംഗ്ലൂർ സ്വദേശിയാണ്, ഇപ്പോൾ കുവൈത്തിലാണ്. ഡോക്ടർ ബലവൂരു ഫസ്റ്റ് റാങ്കൊക്കെ നേടിയതാണ്. ഇവിടെയും അദ്ദേഹത്തിന് 1-2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് റാങ്കൊക്കെ മിസ്സായത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു, തുടർച്ചയായി ഇനി റാങ്ക് വാങ്ങുന്ന ആളുകളെ നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. വേറെയുള്ളവർക്ക് അവസരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. വളരെ സിമ്പിളായിട്ട് ആയിക്കോട്ടെ, ഒരു പ്രശ്നമല്ല എനിക്കെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം. അതുപോലെ തന്നെ റഷീദ ബാനു, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സ്വദേശിനിയാണ്. അബ്ദുൽ ലത്തീഫ് കുഴിമണ്ണ, മലപ്പുറം ജില്ലയിലെ കുഴിമണ്ണ സ്വദേശിയാണ്, എൻ്റെ സുഹൃത്താണ്. നജ്വ മറിയം, ഇവരെ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയണം. 6 മക്കളുണ്ട് അവർക്ക്, ഭർത്താവിൻ്റെ കൂടെ എറണാകുളത്ത് ജീവിക്കുകയാണ്. അവരതിൻ്റെ ഇടയിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിട്ടും അവർ മികച്ച രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഫോൺ ഇൻ വൈവയിൽ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഷാർപ്പായി ഫാസ്റ്റായി ഉത്തരം പറയാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് മാത്രമാണ് അവർ താഴോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ മികച്ച വിജയവുമായി കുറച്ചുകൂടി മുകളിൽ റാങ്കിൽ വരുമായിരുന്നു എന്ന് അവരുടെ മാർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ പരിശോധിച്ചപ്പോൾ തോന്നി. ഈ 8 വ്യക്തികളെയാണ് നമ്മൾ റാങ്ക് ഹോൾഡേഴ്സായി കാണുന്നത്. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം. ചെറിയ വ്യത്യാസങ്ങളിൽ ഫോൺ ഇൻ വൈവ് അടക്കം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. നിരാശപ്പെട്ട് നിർത്തിപ്പോവല്ല വേണ്ടത്, വീണ്ടും ട്രൈ ചെയ്യുക. ഇതൊക്കെ നമ്മൾ മാർക്കും സിസ്റ്റവും റാങ്കും പരീക്ഷയും ഒക്കെ കൊണ്ടുവരുന്നത് പഠിക്കാനൊരു സ്വയം നിർബന്ധം നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളെടുത്ത് മുന്നോട്ട് പോവുക. 16ാം മൊഡ്യൂൾ ഈ രാത്രിയിൽ തുടങ്ങുകയാണ്. 30 ക്ലാസ്സുകളാണ് അതിലുള്ളത്. ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് റേഡിയോ ആപ്പ് ലഭിക്കും. റേഡിയോ ആപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാർ, അല്ലാത്ത ആളുകൾ ഡൗൺലോഡ് ചെയ്യണം. ഒരിക്കൽ കൂടി പറയുന്നു, കോഴ്സ് ഓപ്ഷനിൽ പോവുക. 500 പുതിയ മൊഡ്യൂൾ നിങ്ങൾ എൻറോൾ ചെയ്യുക. പഴയ ക്ലാസ്സുകൾ പതിയെ പതിയെ കേട്ട് തീർത്ത് പോരാൻ പറ്റും. പുതിയ മൊഡ്യൂളിലേക്ക് കയറിയാലും ഒരു കൺഫ്യൂഷനില്ലാതെ, അതാണ് ഖുറാൻ്റെ പ്രത്യേകത, ഒരു കൺഫ്യൂഷനില്ലാതെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഏതായാലും എല്ലാവരെയും പ്രത്യേക അഭിനന്ദിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും ജമിഅൻ.